ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുഡിങ്ങിനെ കുറിച്ചാണ് കേട്ടോ കാണുന്നത്. അപ്പം ഇതിനായിട്ട് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ഒരു 3-4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പം അതിനായിട്ട് ഒരു കവർ പാലെടുത്തിട്ടുണ്ട്. ആ പാലിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇപ്പം ഞാൻ എടുത്തേക്കുള്ള ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ പാൽപ്പൊടിയാണ്, ഒരു 2-2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഏലക്ക പൊടിച്ചാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഏലക്ക പൊടിക്ക് പകരം നിങ്ങൾക്ക് വാനില എസൻസ് ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ വാനില എസൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഏലക്കാപ്പൊടി ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ പാൽപ്പൊടിയൊക്കെ നമ്മൾ ഇതൊന്ന് തിളപ്പിക്കുന്നുണ്ട് പാൽ. അപ്പോൾ ആ സമയത്തേക്ക് നന്നായിട്ട് മെൽറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുക്കുന്നത് ഈ ചൈന ഗ്രാസ് ആട്ടോ. അപ്പോൾ ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഞാൻ 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്ത് വെക്കാം. അപ്പം അത് കുതിർത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം സാധാരണ നമ്മൾ പുഡിങ് ചെയ്യുന്ന സമയത്ത് പാൽ ഒത്തിരി വറ്റിക്കാറില്ല, പക്ഷേ ഇത് നമ്മൾ നല്ലതായിട്ട് വറ്റിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് സ്റ്റവ് കത്തിച്ച് ഞാൻ പാൽ വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാൽ തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഈ പാൽപ്പൊടി എല്ലാം നന്നായിട്ട് അലിഞ്ഞ് വന്നോളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊരു വീഡിയോ കണ്ടതാണ്. വീഡിയോ കണ്ട് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം എന്തായാലും നിങ്ങൾക്ക് എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ തിളപ്പിച്ചതിന് ശേഷവും വീണ്ടും ഒരു 2-3 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് പാല് നന്നായിട്ട് നമ്മളിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ അപ്പുറത്ത് അടുപ്പിലോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പാലവിടെ തിളയ്ക്കുന്നുണ്ട്. ഇനി എന്തായാലും നമുക്ക് ചൈന ഗ്രാസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൈന ഗ്രാസ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റായി വരണം. അതുകൊണ്ട് തന്നെ അത് മെൽറ്റായി വരുന്നത് വരെയും നമ്മളതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒത്തിരി പേര് കാണുന്നുണ്ട്, പക്ഷേ കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ കാണുന്ന എല്ലാവരും വീഡിയോസ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്. അപ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീഡിയോസൊക്കെ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ മെൽറ്റ് ആവണം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. തണുത്ത് പോകുമ്പോൾ നമ്മുടെ പാനിൽ തന്നെ അതിങ്ങനെ പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ഒത്തിരി തണുത്ത് പോകരുത്. അപ്പം എന്നാൽ തണുക്കാതെ നമ്മൾ പാലിൽ ഒഴിക്കാനും പാടില്ല. ഒരു 2 മിനിറ്റ്, അതായത് നമ്മുടെ ഈ മെൽറ്റായി കഴിഞ്ഞ ഒരു 2 മിനിറ്റ് നമ്മളിതൊന്ന് തണുക്കാൻ വെച്ചിട്ടേ പാലിൽ ഒഴിക്കാവൂ. കാരണം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു 2 മിനിറ്റോളം ഞാനത് ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ പാല് ഞാൻ ഇവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ പാല് അടുപ്പ് ഓഫാക്കിയിട്ട് വേണം കേട്ടോ നമ്മളിനി ചൈന ഗ്രാസൊക്കെ ഒഴിക്കാൻ. അപ്പോൾ അതൊന്ന് തണുത്തിട്ടുണ്ട്. നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ചൈന ഗ്രാസ് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ അത് നന്നായിട്ട് ആ ബൗളിൽ ഇരുന്ന് സെറ്റ് ആവണം. നല്ലപോലെ തണുത്തിട്ട് മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ് ബൗൾ തന്നെ വേണമെന്നില്ല, നമുക്കൊരു പ്ലേറ്റിലാണെങ്കിലും നമുക്കത് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ പാലും നമ്മുടെ ആ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ലപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് ഈ നീളത്തിന് അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറിയും അതുപോലെ തന്നെ ക്യാഷ്യും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഭംഗിക്ക് വേണ്ടി ഇട്ടതാണ്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് എങ്ങനെയാണോ ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടം, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ പുഡിങ് എൻ്റെ എല്ലാം റൂം ടെമ്പറേച്ചർ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രീസറിൽ വെക്കരുത് കേട്ടോ. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമലായിട്ട് തന്നെ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നമ്മുടെ പുഡിങ്ങൊക്കെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല പുഡിങ്ങാണ്. ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പം ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.